എന്താ ചൂടില്ല, നല്ല കാണുള്ള ജാതി ചൂട്. അതിനിപ്പത്തെ നമ്മൾ ചെയ്യാം, വീട്ടിൽ AC വെക്കണം. ചങ്ങാമാരെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും AC ഒക്കെ വിലക്കുറവ് കാണോ? അത് അങ്ങോട്ട് പോകുന്നോളി നമ്മളെ കീശേരിക്ക്. ഇതൊക്കെ കമ്പനി സെക്കൻഡ്സ് സാധനങ്ങളാട്ടോ. അത് ചെറിയ ചെറിയ ഫോറലൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത്, അതും കമ്പനി സാധനങ്ങൾ. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ചോദിച്ചാൽ വരിന്റെ കൂടെ വരും. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഓണർ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു. ആദ്യം നമുക്ക് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ സ്റ്റാർട്ടിംഗ് വരുന്നത് 8,900 മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇത് പുറത്ത് മാർക്കറ്റിൽ ഏകദേശം 14 രൂപയോളം മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. നമ്മൾ 8,900 ഫൈനൽ കൊടുക്കുക. 1 ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും, 5 വർഷം കംപ്രസർ വാറണ്ടി. അതുപോലെ തന്നെ അതിന്റെ നേരെ വലിയ സൈസാണ്, 150 3 സ്റ്റാറിൽ വരുന്ന മോഡലാണ്. ഇത് 12,500 വരുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ചെറിയ ഇയർ ബാക്ക് മോഡൽ ഔട്ട്, ചെറിയ ഡാമേജ് അങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് ആരാ. ഇത് 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം കംപ്രസർ വാറണ്ടി. അങ്ങനെ ഒരുപാട് ഫ്രിഡ്ജുകളിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ കമ്പനികളിലും എല്ലാ സ്റ്റോക്ക് ഉണ്ടാകും, ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടാകും. ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് വരുന്നത് ഇത് 13 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നവരാ. ഇത് നമുക്ക് കമ്പനി വാറണ്ടി നമ്മൾ 1 മന്ത് വാറണ്ടി കൊടുക്കുന്നതാണ്, 13 രൂപ വരുന്നുള്ളൂ. അതുപോലെ ഇതൊക്കെ 1 ഇയർ ഫുൾ വാറണ്ടി, 10 വർഷം കംപ്രസർ വാറണ്ടി വരുന്ന മോഡലാണ്. 3 ഡോറാണ് വരുന്നത്. വേർപൂളിൽ പ്രോട്ടോൺ പറഞ്ഞിട്ട് വരുന്നത് 320 ലിറ്ററിനാണ് വരുന്നത്. ഏറ്റവും വലിയ സൈസ് വരുന്നത് 28,500 കൊടുക്കുന്നത്. എൽജിന്റെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ് വരുന്നത്. വാട്ടർ ഡിസ്പെൻസർ ഒക്കെ വരുന്ന മോഡലാണ്. ഇത് 2,49 ഇതിന് MRP വരുന്നത്. നമ്മുടെ കൊടുക്കുന്ന 1,25,000 രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത്. സെയിം വാറണ്ടിയോട് കൂടിയിട്ട് 1 ഇയർ ഫുൾ വാറണ്ടി, 10 വർഷം കംപ്രസർ വാറണ്ടി ഉണ്ടാകുന്നവരാ. പിന്നെ സൈഡ് ബൈ സൈഡിൽ ഏറ്റവും കുറവ് വരുന്നത് BPL എന്ന കമ്പനി 39,500 വരുന്നവരാ. 39,500 സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വരുന്നുണ്ട്. വാഷിംഗ് മെഷീനുകളൊക്കെ ഒരുപാട് സ്റ്റോക്ക്, ഇതൊക്കെ സെമി ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സെമിയിൽ ഇപ്പം നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് വരുന്നത് 7 കിലോന്റെ ഗോദ്രേജിൻ്റെ വരുന്നത് ഒരു 8,000 രൂപക്കാണ് കൊടുക്കുന്നവരാ. അതുപോലെ തന്നെ LGയിൽ വരുന്നുണ്ട് 11,700 വരുന്നത്. ഒരു 8.5 kg ആണ് വരുന്നത്. 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ ഇത് പവർ വാഷ് പറഞ്ഞിട്ടൊരു കമ്പനി വരുന്നുണ്ട്. ഇത് ഹൈഡ്രോളിക് ഡോർ ഒക്കെ വരുന്ന മോഡൽ 9.5 kg ഉണ്ടാവും. 12,800 രൂപക്കാണ് നമ്മുടെ ലാസ്റ്റ് ഡോർ കൊടുക്കുന്നത്. AC ഗോദ്രേജിന്റെ AC ഒക്കെ 110 ഒക്കെ നമ്മുടെ 20,000 രൂപ വരുന്നത്. 1 ഇയർ ഫുൾ വാറണ്ടി, 5 വർഷം കംപ്രസർ വാറണ്ടി ഉണ്ട്. പിന്നെ ഇതൊക്കെ 1.5 ടൺ ആണ് വരുന്നത്. 1.5 ടൺ ഒക്കെ നമുക്ക് 25,000 രൂപക്കാണ് ഗോദ്രേജ് 1.5 ടൺ 3 സ്റ്റാർ ഒക്കെ വരുന്നവരാ. LG ഒക്കെ പറഞ്ഞാൽ ബോക്സ് ഡാമേജ് എന്നുള്ള പ്രശ്നം മാത്രമേ വരുന്നുള്ളവരാ. LGന്റെ ഡുവൽ ഇൻവേർട്ടർ 110 വരുന്നത് 22,500 വരുന്നവരാ. ബ്ലൂ സ്റ്റാർ 110 5 സ്റ്റാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 29,000 രൂപ ഒക്കെ കൊടുക്കുന്നവരാ. 1.5 ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് 32,500 1.5 ടൺ നമുക്ക് കൊടുക്കുന്നത്. ഒരുപാട് സ്റ്റോക്കുകളുണ്ട് AC ഇപ്പം നമ്മുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഷോപ്പുകൾക്ക് പറ്റിയ ഒരുപാട് ഫ്രീസറുകളുണ്ട്. ഐസ്ക്രീമിന് ഇതിനൊക്കെ ആയിട്ട് വരുന്ന ഫ്രീസർ ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. വോൾട്ടാസ് ഉണ്ട്, ബ്ലൂ സ്റ്റാർ ഉണ്ട്. നമ്മളൊക്കെ എങ്ങനെ മാർക്കറ്റിനായിട്ട് ഒരു 6,000 രൂപ 8 രൂപ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റിയ പൈസ ഉള്ളൂ ഇതിനൊക്കെ. ചില ഐറ്റംസിനൊക്കെ MRP കാട്ടിലും പകുതി വില ഉള്ളൂ. സെക്കൻഡ് ഫാക്ടറി സാധനങ്ങളായതുകൊണ്ട് തന്നെ ചെറിയ ഡാമേജ് ഉണ്ടാവുള്ളൂ, എന്നാലേ ഉള്ളിലൊരു കുഴപ്പം ഉണ്ടാവില്ല. AC-യും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ തപ്പി നടക്കണം നിങ്ങളെ ചങ്കാക്ക് ഈ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിട്ടോ. EMI ഉണ്ട്, ബജാജ് EMI ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്പോട്ട് മറക്കണ്ട, നമ്മുടെ കീശേരിലെ ലൈഫ് കാർട്ട്